ഹരേ കൃഷ്ണ. പൂതന മോക്ഷമാണ് നമ്മളിന്ന് പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കേൾക്കുക. ഗോകുലത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാമെന്ന വസുദേവരുടെ മുന്നറിയിപ്പിനെക്കുറിച്ച് മധുരയിൽ നിന്നുള്ള മടക്കയാത്രയിൽ നന്ദമഹാരാജാവ് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. നന്ദൻ ചിന്തിച്ചു, അതിൽ കുറച്ച് സത്യമുണ്ട്. അതിനാൽ ഭീതി മൂലം അദ്ദേഹം പരമ്പൊരുളായ ഭഗവാനെ തന്നെ അഭയം പ്രാപിച്ചു. ഭക്തർ ആപത്തിൽപ്പെടുമ്പോൾ കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുക സ്വാഭാവികമാണല്ലോ. മറ്റൊരാശ്രയവും ഇല്ല. ശിശുക്കൾ ആപത്തിൽപ്പെടുമ്പോൾ അമ്മയോ അച്ഛനെയോ ആണല്ലോ അഭയം പ്രാപിക്കുന്നത്. അതുപോലെ ഭക്തർ എപ്പോഴും ഭഗവാനെയാണ് അഭയം പ്രാപിക്കുന്നത്. ഭഗവാന്റെ സംരക്ഷണയിലാണ് ഭക്തർ എപ്പോഴും. നഗരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും മേച്ചിൽ സ്ഥലങ്ങളിലുമുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ അസുരമന്ത്രിമാരുമായി ആലോചിച്ച ശേഷം ഭീഭത്സ മാർഗങ്ങളിലൂടെ പിഞ്ചു കുഞ്ഞുങ്ങളെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കംസൻ പൂതനയെ നിയോഗിച്ചു. കൃഷ്ണന്റെ തിരുനാമം ഉരുവിടുകയോ ഉരുവിടുന്നത് കേൾക്കുകയോ ചെയ്യാത്ത പ്രദേശങ്ങളിൽ മാത്രമേ ഇത്തരം മന്ത്രവാദിനികളുടെ മായാജാലം ഫലപ്രദമാവുകയുള്ളൂ. അശ്രദ്ധയോടെ ആണെങ്കിൽ പോലും കൃഷ്ണന്റെ തിരുനാമം ഉരുവിടുന്നിടത്തൊക്കെ ഇതുപോലുള്ള പിശാചുക്കൾ നശിച്ചു പോവുകയുള്ളൂ. അവരവിടെ നിന്നൊക്കെ ഓടി ഒളിക്കും. ഗൗരവപൂർവം കൃഷ്ണന്റെ തിരുനാമം ഉരുവിടുന്നിടത്തെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പൂതനയെ പോലുള്ള ദുർമന്ത്രവാദിനികളെ ഖേചരി എന്നാണ് പറയാറുള്ളത്. അതായത് ആകാശത്തിൽ പറക്കാൻ കഴിയുന്നവർ എന്നാണ് അർത്ഥം. ഇത്തരം ഇന്ദ്രജാലം കാണിക്കാൻ കഴിവുള്ള സ്ത്രീകൾ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോഴും ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. പിഴുതെടുത്ത വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ കയറി ഇവർക്ക് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയും. പൂതനയ്ക്ക് ഈ മന്ത്രവിദ്യ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ അവളെ ഖേചരി എന്ന് വിശേഷിപ്പിക്കുന്നത്. ആരുടെയും അനുവാദം കൂടാതെ പൂതന നന്ദഗോപന്റെ വാസസ്ഥലമായ ഗോകുലത്തിലെത്തി. ഒരു സുന്ദരിയുടെ വേഷത്തിൽ അവൾ യശോദാമാതാവിൻ്റെ ഗൃഹത്തിൽ പ്രവേശിച്ചു. എന്തൊരു സൗന്ദര്യം! മുടിക്കെട്ടിൽ സുഗന്ധപ്പൂക്കൾ, ആകർഷകമായ മെയ്വഴക്കങ്ങൾ കൊണ്ട് വൃന്ദാവനവാസികളെ മുഴുവൻ അവൾ കീഴ്പ്പെടുത്തിക്കളഞ്ഞു. കയ്യിൽ താമരപ്പൂവുമായി വൃന്ദാവനത്തിലെത്തിയ ഐശ്വര്യദേവതയാണ് ഇവളെന്ന് ഇടയ പെൺകൊടികൾ വിചാരിച്ചു. ഭർത്താവായ കൃഷ്ണനെ കാണാൻ ലക്ഷ്മീദേവി നേരിട്ട് വന്നിരിക്കുകയാണോ എന്നുപോലും അവർക്ക് തോന്നി. ആ അലൗകിക സൗന്ദര്യം മൂലം അവളുടെ ഗതിയെ ആർക്കും തടയാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൾ നന്ദമഹാരാജാവിൻ്റെ ഗൃഹത്തിൽ നിർബാധം പ്രവേശിച്ചു. അനവധി ശിശുക്കളുടെ ഘാതകിയായ പൂതന ഒരു ചെറിയ മെത്തയിൽ കിടക്കുന്ന കൃഷ്ണനെ കണ്ടു. അതുല്യമായൊരു ശക്തിവിശേഷം ആ ശിശുവിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പൂതനയ്ക്ക് മനസ്സിലായി. പൂതന ചിന്തിച്ചു, പ്രപഞ്ചത്തെ മുഴുവൻ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാൻ ശക്തിയുള്ളവനാണോ ഈ ശിശു? പൂതനയുടെ ധാരണ വളരെ പ്രധാനമാണ്. പരമാത്മാവായ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു, ബുദ്ധിശക്തി നൽകുന്നു, മറവിക്ക് കാരണമാകുന്നു. ഈ വിധം ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. നന്ദഗ്രഹത്തിൽ താൻ കണ്ട ശിശു സാക്ഷാൽ പരമ്പൊരുളായ ഭഗവാനാണെന്ന് പൂതനയ്ക്ക് നിമിഷത്തിനുള്ളിൽ തന്നെ ബോധ്യം വന്നു. ഒരു ശിശുവായിട്ടാണ് അവിടെ കാണപ്പെട്ടത്, പക്ഷേ അവൻ ദുർബലനാണെന്ന് അതിൽ അർത്ഥമില്ല. കൃഷ്ണൻ ശിശുഭാവം പ്രകടിപ്പിച്ചു. പൂതനയുടെ മുഖം കാണാതിരിക്കാൻ എന്ന വണ്ണം ആ ശിശു കണ്ണടച്ചു കിടന്നു. ഈ ശിശുവിൻ്റെ കണ്ണുചിമ്മൽ ഭക്തന്മാർ പലതരത്തിലാണ് കാണുന്നത്. അനേകം ശിശുക്കളെ കൊന്നവളും ഇപ്പോൾ തന്നെ കൊല്ലാൻ എത്തിയിരിക്കുന്നതുമായ പൂതനയുടെ മുഖം കാണാൻ ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. അതിനാലാണ് കണ്ണടച്ചതെന്ന് ചില കൂട്ടർ പറയുന്നുണ്ട്. അത്യസാധാരണമായ എന്തോ ഒരു ഉഗ്രശാസനം അവൾക്ക് നൽകുകയാണ്. അവൾക്ക് ഭയമുണ്ടാകാതിരിക്കാൻ അവളിൽ ഒരു വിശ്വാസം വളർത്തുക എന്ന ഉദ്ദേശമാണ് കണ്ണടച്ചതിന് പിന്നിലെന്നും മറ്റു ചില ഭക്തന്മാർ പറയുന്നു.
ഇനി ചിലർ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഭഗവത്ഗീതയിൽ പറയും പ്രകാരം അസുര നിഗ്രഹത്തിനും ഭക്തസംരക്ഷണത്തിനുമാണ് കൃഷ്ണൻ അവതാരമെടുത്തിരിക്കുന്നത്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. ആദ്യം വധിക്കേണ്ടത് ഒരു അസുര സ്ത്രീയെ ആയിപ്പോയി. വേദശാസനമനുസരിച്ച് സ്ത്രീഹത്യ, ബ്രഹ്മഹത്യ, ഗോഹത്യ, ശിശുഹത്യ എന്നിവ നിരോധിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇവിടെ പൂതനയെ കൊന്നേ പറ്റൂ. അത് വേദശാസ്ത്രമനുസരിച്ച് അംഗീകരിച്ചിട്ടുള്ളതുമല്ല. അതിനാൽ കണ്ണടയ്ക്കാതെ വയ്യ. പൂതനയെ തൻ്റെ പരിചാരികയായി മാത്രമേ കൃഷ്ണൻ കണ്ടുള്ളൂവെന്നും അതുകൊണ്ടാണ് കണ്ണടച്ചതെന്നും മറ്റൊരാളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. പൂതന വന്നത് കൃഷ്ണന് മുല കൊടുക്കാനാണ്. പൂതന അവിടെ എത്തിയത് തന്നെ കൊല്ലാനാണ് എന്നറിഞ്ഞിട്ടും കരുണാമയനായ കൃഷ്ണൻ അവളെ അമ്മയായോ പരിചാരികയായോ കരുതി. അതവളുടെ ഭാഗ്യം. വേദശാസ്ത്രമനുസരിച്ച് മാതാക്കൾ 7 വിധമാണ്: പെറ്റമ്മ, ഗുരുപത്നി, രാജപത്നി, ബ്രാഹ്മണപത്നി, പശുധാത്രി, ഭൂമാത എന്നിങ്ങനെ. പൂതന മുല കൊടുക്കാനായി കൃഷ്ണനെ മടിയിലെടുത്തു. അതിനാൽ കൃഷ്ണൻ അവളെ അമ്മമാരിൽ ഒരുവളായി കണക്കാക്കി. ഒരു ധാത്രിയെ അഥവാ അമ്മയെ കൊല്ലേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ ഇവിടെ ധാത്രിയെ അഥവാ അമ്മയെ കൊല്ലുന്നതും തൻ്റെ പെറ്റമ്മ അഥവാ പോറ്റമ്മയായ യശോദയോടുള്ള സ്നേഹവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. യശോദയ്ക്ക് ഭൗതിക ലോകത്തു നിന്നും മുക്തി കിട്ടിയതുപോലെ പൂതനയ്ക്കും മോക്ഷം നൽകി. ശിശുവായ കൃഷ്ണൻ കണ്ണടച്ചപ്പോൾ പൂതന കണ്ണനെ മടിയിലെടുത്തു. തൻ്റെ കയ്യിലിരിക്കുന്നത് മനുഷ്യരൂപം ധരിച്ച മൃത്യുവാണെന്ന് അവൾ അറിഞ്ഞില്ല. സർപ്പത്തെ കയറാണെന്നു ധരിച്ച് സമീപിക്കുന്നവൻ്റെ മരണം ഇതുപോലെ തന്നെയാണ്. പൂതന കൃഷ്ണനെ മടിയിലെടുക്കുമ്പോൾ യശോദയും രോഹിണിയും അടുത്തുണ്ടായിരുന്നു. പക്ഷേ അവർ അവളെ തടഞ്ഞില്ല. കാരണം അവൾ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു, ഭംഗിയായി ഉടുത്തൊരുങ്ങിയിരുന്നു. എല്ലാത്തിനും പുറമെ കൃഷ്ണൻ്റെ നേരെ അവൾ തികഞ്ഞ മാതൃവാത്സല്യം കാണിച്ചിരുന്നു. അവളുടെ ഉള്ളിൽ കൊടും വിഷമാണെന്ന് അവരറിഞ്ഞില്ല. പൂതന തൻ്റെ മുലകളിൽ കൊടിയ വിഷം പുരട്ടിയിരുന്നു. ശിശുവിനെ മടിയിൽ കിടത്തിയ ഉടനെ അവൾ ശിശുവിന് മുല കൊടുക്കാൻ തുടങ്ങി. മുല വലിച്ചു കുടിക്കുന്ന നിമിഷത്തിൽ തന്നെ അവൻ മരിച്ചു വീഴുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. എന്നാൽ ശിശുവായ കൃഷ്ണൻ രോഷത്തോടെ അതിവേഗം മുലഞ്ഞെട്ട് വായിലാക്കി. ഹരേ കൃഷ്ണ. വിഷം നിറഞ്ഞ മുലപ്പാലിനോടൊപ്പം അവളുടെ പ്രാണവായുവും നാരായണൻ വലിച്ചെടുത്തു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുലപ്പാൽ കുടിക്കുന്നതിനോടൊപ്പം അവളുടെ പ്രാണനും വലിച്ചെടുത്തു. കൃഷ്ണൻ അവളെ വധിച്ചു. കൃഷ്ണൻ കാരുണ്യവാനാണ്. മുല കൊടുക്കാനെത്തിയ പൂതനയെ അമ്മയായി സ്വീകരിച്ചു. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. എന്നാൽ അവൾ കൂടുതൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് തടയാനായി തൽക്ഷണം അവളെ വധിക്കുകയും ചെയ്തു. കൃഷ്ണൻ്റെ കൈകൊണ്ട് മരണപ്പെട്ടതിനാൽ അവൾക്ക് മോക്ഷവും കിട്ടി. കൃഷ്ണൻ പൂതനയുടെ പ്രാണൻ വലിച്ചെടുത്ത മാത്രയിൽ അവൾ തറയിൽ വീണു. കൈകാലുകൾ വലിച്ചു നീട്ടി വിലപിക്കാൻ തുടങ്ങി. എന്നെ വിടൂ കുഞ്ഞേ, എന്നെ വിടൂ. ഉച്ചത്തിൽ കരയുന്ന അവൾ വിയർത്ത് വിവശയായി. ശരീരം മുഴുവൻ വിയർപ്പിൽ കുളിച്ചു. നിലവിളിച്ചുകൊണ്ട് അവൾ മരിച്ചു വീണപ്പോൾ ഭൂമിയും ആകാശവും 8 ദിക്കുകളും പൊട്ടുമാറ് പ്രകമ്പനമുണ്ടായി. ഇടുത്തി വീഴുകയാണെന്ന് ആളുകൾ കരുതി. അങ്ങനെ പൂതന എന്ന പേടി സ്വപ്നം ഇവിടെ അവസാനിക്കുന്നു. അവൾ ഭീമാകാരമായ ഒരു രാക്ഷസിയുടെ രൂപത്തിൽ കാണപ്പെട്ടു. അവളുടെ ഭീകരമായ വദനഗഹ്വരം മലർക്കെ തുറന്നിരുന്നു. കൈകാലുകൾ നീണ്ടു നിവർന്നു ഭൂതലത്തെ മൂടി. അവൾ ഇന്ദ്രായുധമേറ്റു ഭൂമിയിൽ വീണ വൃതാസുരനെ പോലെയാണ് തോന്നിയത്. അവളുടെ നീണ്ട ഇടതൂർന്ന തലമുടി ദേഹത്തിലെങ്ങും ചിതറി വീണിരുന്നു. 12 മൈൽ ചുറ്റളവിൽ വ്യാപിച്ചു കിടന്ന ആ ശരീരത്തിൻ്റെ പതനത്തിൽ വൃക്ഷങ്ങൾ തകർന്നു വീണു. ആ ഭീമാകാരമായ ശരീരം കണ്ട് എല്ലാവരും പേടിച്ച് വിറച്ചു. ഉണ്ണികൃഷ്ണൻ
നിർഭയനായി പൂതനയുടെ മടിയിൽ കളിക്കുന്നത് കണ്ടപ്പോൾ ഗോപന്മാർ ഓടിച്ചെന്ന് അവനെ എടുത്ത് മാറ്റി. യശോദാമാതാവും രോഹിണിയും ഒട്ടും വൈകാതെ ശുഭകർമ്മങ്ങൾ ചെയ്തു തുടങ്ങി. അവർ പശുവിൻ വാലുകൊണ്ട് അവൻ്റെ ശരീരം ഉഴിഞ്ഞു, ശിശുവിനെ ഗോമൂത്രത്തിൽ കുളിപ്പിച്ചു, ഗോക്കളുടെ കുളമ്പടിയിൽ നിന്നുയർന്ന പൊടി കൊണ്ട് അവൻ്റെ ശരീരം അഭിഷേകം ചെയ്തു. പിൽക്കാലത്ത് അമംഗളകരമായ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് അവർ ഈ വിധം ചെയ്തത്. കുടുംബത്തിനും സമൂഹത്തിനും മൊത്തത്തിൽ ജീവജാലങ്ങൾക്കൊക്കെയും പശു എത്ര സുപ്രധാനമാണെന്ന് ഈ സംഭവം നമുക്ക് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. കൃഷ്ണൻ്റെ അതീന്ദ്രിയമായ ശരീരത്തിന് ഒരു സംരക്ഷണത്തിൻ്റെയും ആവശ്യമില്ല. എന്നാൽ പശുവിൻ്റെ പ്രാധാന്യം ബോധ്യമാക്കി തരുന്നതിന് ഭഗവാന്റെ ശരീരത്തിൽ ചാണകം പുരട്ടി, ഗോമൂത്രത്തിൽ കുളിപ്പിച്ചു, പശുക്കളുടെ കുളമ്പടിയിൽ നിന്നുയർന്ന പൊടി ഭഗവാന്റെ ശരീരമാകെ വിതറി. ഈ വക ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ശേഷം ദുഷ്ടശക്തികളിൽ നിന്ന് കൃഷ്ണന് പൂർണ്ണ സംരക്ഷണം നൽകുവാനും മാതാവിൻ്റെയും രോഹിണിയുടെയും നേതൃത്വത്തിൽ ഗോപികമാർ വിഷ്ണുവിൻ്റെ 12 നാമങ്ങൾ ഉരുവിട്ടു. അവർ കൈകാലുകൾ കഴുകി 3 വട്ടം കൈവെള്ളയിൽ ജലമെടുത്ത് ആചമനം ചെയ്തു. മന്ത്രജപത്തിനു മുമ്പ് ഇങ്ങനെയൊരു ആചാരമുണ്ട്. അവർ ഇപ്രകാരം ജപിച്ചു: പ്രിയപ്പെട്ട കൃഷ്ണ, മണിമാൻ എന്ന ദേവൻ നിന്റെ തുടകളെ രക്ഷിക്കട്ടെ. യജ്ഞമെന്നറിയപ്പെടുന്ന ഭഗവാൻ വിഷ്ണു നിന്റെ പാദങ്ങളെ സംരക്ഷിക്കട്ടെ. ഭഗവാൻ അച്യുതൻ നിന്റെ കരങ്ങളെ രക്ഷിക്കട്ടെ. ഭഗവാൻ ഹയഗ്രീവൻ നിന്റെ ഉദരത്തെ രക്ഷിക്കട്ടെ. ഭഗവാൻ കേശവൻ നിന്റെ ഹൃദയത്തെ രക്ഷിക്കട്ടെ. ഭഗവാൻ ഉരുക്രമൻ നിന്റെ മുഖം സംരക്ഷിക്കട്ടെ. ഭഗവാൻ ഈശ്വരൻ നിന്റെ ശിരസ് രക്ഷിക്കട്ടെ. ഭഗവാൻ ചക്രധരൻ നിന്റെ മുൻഭാഗവും ഭഗവാൻ ഗദാധരൻ നിന്റെ പിൻഭാഗവും രക്ഷിക്കട്ടെ. ചാപധാരിയായ ഭഗവാൻ മധുസൂദനൻ നിന്റെ കാഴ്ചശക്തി രക്ഷിക്കട്ടെ. ഇടതുഭാഗം ഭഗവാൻ വിഷ്ണുവിൻ്റെ ശംഖം കൊണ്ട് രക്ഷിക്കട്ടെ. പരമ്പൊരുളായ ഉപേന്ദ്രൻ മുകളിൽ നിന്നും ഭഗവാൻ താർക്ഷ്യൻ ഭൂമിക്കടിയിൽ നിന്നും നിന്നെ രക്ഷിക്കട്ടെ. ഭഗവാൻ ഹലധരൻ എല്ലാ ഭാഗത്തു നിന്നും നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ ഹൃഷികേശൻ രക്ഷിക്കട്ടെ. നിന്റെ ശ്വാസത്തെ ഭഗവാൻ നാരായണൻ കാക്കട്ടെ. ശ്വേതദീപാധിപനായ നാരായണൻ നിന്റെ ഹൃദയത്തെ രക്ഷിക്കട്ടെ. ഭഗവാൻ യോഗേശ്വരൻ നിന്റെ മനസ്സിനെയും ഭഗവാൻ പൃഷ്ണിഗർഭൻ ബുദ്ധിയെയും പരമാത്മാവ് നിന്റെ ആത്മാവിനെയും പരിരക്ഷിക്കട്ടെ. നീ ഓടിക്കളിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഭഗവാൻ ഗോവിന്ദൻ നിന്നെ പരിപാലിക്കട്ടെ. ഉറങ്ങുമ്പോൾ എല്ലാ വിപത്തുകളിൽ നിന്നും ഭഗവാൻ മാധവൻ നിന്നെ രക്ഷിക്കട്ടെ. നീ ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഭഗവാൻ വൈകുണ്ഠൻ നിന്നെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കട്ടെ. നീ ഇരിക്കുമ്പോൾ ഭഗവാൻ വൈകുണ്ഠൻ എല്ലാ സംരക്ഷണവും അരുളട്ടെ. നീ ഭക്ഷണം കഴിക്കുമ്പോൾ യാഗങ്ങളുടെ എല്ലാം അധിപൻ സർവസംരക്ഷണം നിനക്ക് നൽകട്ടെ. ഇപ്രകാരം കൃഷ്ണൻ്റെ വിവിധ ഭാഗങ്ങളുടെ സംരക്ഷണത്തിനായി യശോദാമാതാവ് വിഷ്ണുവിൻ്റെ പര്യായങ്ങൾ ഉരവിട്ടു. ഹരികൃഷ്ണ. പൂതനാമോക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് എനിക്കറിയാം. എല്ലാവരും ഈ കഥ കേൾക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇന്ന് അഷ്ടമി രോഹിണി ദിനത്തിൽ ഭഗവാന്റെ ജനനം സംഭവിക്കാൻ പോവുകയാണ്. ആ ദിവസത്തിൽ ഈ പൂതനാമോക്ഷം കേട്ട് എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം നേടിക്കഴിഞ്ഞിരിക്കുന്നു. നന്നായി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്നും ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുക. നിരന്തരം ഹരിനാമം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഹരിനാമം നമ്മളെപ്പോഴും ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉച്ചരിക്കേണ്ട, നമ്മുടെ ശരീരം തന്നെ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.